എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാത്സ് 6ന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മാത്സ് 6 ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ട്രിഗണോമെട്രിക്കൽ ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ് എടുത്തിരുന്നു. നേരത്തെ തന്നെ ആദ്യത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ അത്യാവശ്യം ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. റേഷ്യോസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ആദ്യത്തെ പ്രോബ്ലത്തിലോട്ട് പോവാം. ഇന്ന് ചെയ്യുന്ന ആദ്യത്തെ പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഇക്വേഷൻ ആണ്. sin a by 1 plus cos a plus 1 plus cos a by sin a equal to 2 cosec a എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു LHS ഉണ്ട്, ഒരു RHS ഉണ്ട്. LHS equal to RHS എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ അത് എഴുതിയില്ല. PT എന്നുള്ളത് PT പ്രൂവ് ദാറ്റ് ആണ്. പ്രൂവ് ദാറ്റ് sin a by 1 plus cos a plus 1 plus cos a by sin a equal to 2 cosec a എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന LHS നിന്നും RHS നിന്നും ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്തിട്ട് നമുക്ക് മറ്റേ സൈഡ് പ്രൂവ് ചെയ്യാം. ഞാനിവിടെ LHS എടുക്കുകയാണ്. LHS തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? sin a by 1 plus cos a plus 1 plus cos a by sin a. ഈ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ട ഇവിടെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. sin a into sin a എന്താ വരുന്നത്? sin സ്ക്വയർ a വരും അല്ലെ? പ്ലസ് അതുപോലെ തന്നെ എഴുതി 1 plus cos a into 1 plus cos a എന്ത് വരും? 1 plus cos a the whole square വരത്തില്ലയോ? അത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എന്താണ്? 1 plus cos a into sin a. അത് അതുപോലെ തന്നെ എഴുതി 1 plus cos a into sin a. ഓക്കെ, 1 plus cos a into sin a അത് അതുപോലെ എഴുതി. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് sin സ്ക്വയർ എ പ്ലസ് 1 plus cos a the whole square by 1 plus cos a into sin a എന്നാ. അപ്പൊ ഇതിനകത്ത് 1 plus cos a the whole square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a plus b the whole square എന്ന ഫോർമാറ്റിൽ കിടക്കില്ലയോ? അപ്പൊ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. a plus b the whole square ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുവാണ്. a plus b the whole square ഫോർമുല എല്ലാവർക്കും അറിയാലോ. എന്നാലും ഒന്നുകൂടെ എഴുതുവാണ്. a plus b the whole square equal to a square plus 2ab plus b square. ഓക്കെ, അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് 1ഉം ബിയുടെ സ്ഥാനത്ത് കോസ് എ ആണ് അല്ലെ? അപ്പൊ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ എഴുതാം. ഈക്വൽ ടു സൈൻ സ്ക്വയർ എ അതുപോലെ തന്നെ എഴുതി, പ്ലസ് അതുപോലെ എഴുതി. ഇനി എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്? എ സ്ക്വയറിന് പകരം 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ അല്ലെ? എ സ്ക്വയർ പ്ലസ് 2 അതുപോലെ എഴുതി. 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 അല്ലയോ? 1 അതുപോലെ കൊടുക്കുക. 2 ഇൻറ്റു എ, അടുത്ത 2 ഇൻറ്റു ബി അല്ലയോ? ബിയുടെ സ്ഥാനത്ത് കോസെ അല്ലയോ? കോസെ അതുപോലെ തന്നെ എഴുതാം. കോസെ 2ab പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയറിന് ബിയുടെ സ്ഥാനത്ത് കോസെ അല്ലേ? അപ്പം ബി സ്ക്വയർ ആക്കുമ്പോൾ എന്താവും? അത് കോസ് സ്ക്വയർഡ് ആയോ അല്ലെ? കോസ് സ്ക്വയർ ആയോ അല്ലെ? കോസ് സ്ക്വയർ. അപ്പൊ എന്തായി മാറി? ഇപ്പൊ ഈ സൈൻ സ്ക്വയർ എ പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 1 കോസ് എ പ്ലസ് കോസ് സ്ക്വയർ ആയിരുന്നു അല്ലെ? അപ്പൊ ഇത് ഈ കിടക്കുന്നതിന് നമുക്കൊന്നും കൂടെ ഓർഡർ ആക്കേണ്ടതുണ്ട്. അതിനുമ്പേ ആ ഡിനോമിനേറ്ററിലെ വാല്യൂ ഒന്നുകൂടെ അങ്ങ് എഴുതുവാണ്. 1 പ്ലസ് കോസ് a into sin a. ഓക്കെ, ഇനി ഈ വാല്യൂ നമുക്ക് ജസ്റ്റ് ഈ ന്യൂമറേറ്ററിലെ വാല്യൂ നമുക്ക് ഒന്നുകൂടെ ഓർഡർ ആക്കാം. സൈൻ സ്ക്വയർ അതുപോലെ തന്നെ എഴുതുവാണ്. സൈൻ സ്ക്വയർ a അതുപോലെ തന്നെ എഴുതി, പ്ലസ് 1 അതുപോലെ തന്നെ എഴുതി. 1 പ്ലസ് 2 ഇൻറ്റു 1 കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കോസ് എന്ന് എഴുതിക്കൂടെ? 2 കോസ് a. അപ്പം 1 പ്ലസ് 2 കോസ് a പ്ലസ് എന്താണ് ഇവിടെ? കോസ് സ്ക്വയർ a വന്നല്ലേ? ഇത്രയും ന്യൂമറേറ്ററിനകത്ത് ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കി. അതിനുശേഷം താഴെ എന്താണ്? 1 പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ എ. ഇത്ര സെക്ഷൻ വന്നു. അപ്പം ഇവിടെ ന്യൂമറേറ്ററിനകത്ത് സൈൻ സ്ക്വയർ എ ഉണ്ട്, കോസ് സ്ക്വയർ എ ഉണ്ട് അല്ലെ? നമ്മൾ സ്ക്വയർ റിലേഷനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയറുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടുത്തെ ഈ സൈൻ സ്ക്വയർ എയും കോസ് സ്ക്വയർ എ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ബാലൻസിങ് കൊണ്ട് ചെയ്യാം കേട്ടോ. സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടത്തില്ലേ? ആ 1 അങ്ങോട്ട് എഴുതി. ഏതാണ്? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ 1. റിമൈനിങ് എന്തൊക്കെയാണ് ന്യൂമറേറ്ററിനകത്ത്? ഒരു പ്ലസ് 1 പ്ലസ് 2 കോസ് ഉണ്ട് അല്ലെ? അപ്പൊ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ നമ്മൾ 1 എഴുതി. അതിനുശേഷം എന്താ ഉള്ളത്? 1 പ്ലസ് 2 കോസ് ഉണ്ട് അല്ലെ? 1 പ്ലസ് 2 കോസ് എ, 1 പ്ലസ് 2 കോസ് എ അല്ലെ? അപ്പൊ 1 പ്ലസ് 2 കോസ് എന്നാണ് നമുക്കിപ്പോ ന്യൂമറേറ്ററിനകത്തുള്ള വാല്യൂ മാറി കിടക്കുന്നത്. ഇനി ഡിനോമിനേറ്ററിനകത്ത് എന്തൊക്കെയുണ്ട്? അത് അതുപോലെ താഴെ എഴുതുക. 1 പ്ലസ് കോസ് എ into sin a. ഡിനോമിനേറ്ററിലെ വാല്യൂ നമ്മൾ ഒരു മാറ്റം വരുത്തില്ല, അതുപോലെ തന്നെ അങ്ങോട്ട് എഴുതി. അപ്പോൾ 1 പ്ലസ് കോസൈൻ സൈൻ അത് എഴുതി.
ഇനി ഇത് ഒന്നും കൂടെ ഇനി ഓർഡർ ആക്കാം. എന്താ വരുന്നത്? ഈ 1 + 1 എന്ന് പറയുമ്പോൾ എത്ര വരും? അത് 2 അല്ലെ? അപ്പൊ 2 1 + 1 2 + 2 cos A എന്നാവും അല്ലെ? 2 + 2 cos A എന്നാവത്തില്ലയോ? ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്ത് 1 + 1 2 പ്ലസ് അതുപോലെ എഴുതി, ഈ പ്ലസ് അതുപോലെ ഇങ്ങോട്ട് എഴുതി, 2 cos A അതുപോലെ എഴുതി. അപ്പൊ 2 + 2 cos A എന്നാ അല്ലെ? താഴെ എന്തുണ്ട്? 1 + cos A 1 + cos A × sin A. ഇത്രയും വരെ വന്നു അല്ലെ? ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന സെക്ഷനിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് എത്തേണ്ട എന്താ? ഇങ്ങോട്ടേക്കാണ്, 2 cosec യിലോട്ടാണ് എത്തേണ്ടത്. ആ ഒരു എന്താ പറയാ, ആ ഒരു ചിന്തയിലാണ് എപ്പോഴും കണക്കുകൾ ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് ഏത് വാല്യൂയിലോട്ടോ കൺവേർട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് എപ്പോഴും മൈൻഡ് വേണം. അപ്പൊ ഇവിടെ ഇത്രയും വരെ കിടക്കും. അപ്പൊ ഞാൻ എന്താ ഇവിടുന്ന് 2 ഇനി കോമൺ എടുക്കുക. ന്യൂമറേറ്ററിനകത്ത് 2 + 2 cos A എന്നല്ലേ കിടക്കുന്നത്. ഇതിന് രണ്ടിന് 2 കോമൺ എടുത്തോളെ. 2 കോമൺ എടുക്കുമ്പോൾ എന്തായി മാറും? വാല്യൂ എന്തായി മാറും? 2 × 1 + cos A 1 + cos A എന്നാവത്തില്ലയോ? വേണമെങ്കിൽ ജസ്റ്റ് ആദ്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. 2 × 1 2 പ്ലസ് 2 × cos A 2 cos A. അപ്പൊ ഈ വാല്യൂ മാറ്റില്ലല്ലോ, കറക്റ്റ് ആണ്. എന്നിട്ട് ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? 1 + cos A × sin A 1 + cos A × sin A അല്ലയോ? അപ്പൊ നമ്മുടെ ഈ ന്യൂമറേറ്ററിലെ 1 + cos A കട്ട് ചെയ്തു പോവും, ഈ താഴെയുള്ള 1 + cos A കട്ട് ചെയ്ത് പോകത്തില്ലയോ? അപ്പൊ എന്ത് വരും? ബാലൻസ് 2/sin A എന്ന് വന്നില്ലയോ? 2/sin A എന്ന് വന്നില്ലയോ? നമുക്ക് ഈ 2 നമുക്കറിയാം എന്താ നമുക്ക് കിട്ടണ്ടേ? 2 cosec ആണ് നമുക്ക് കിട്ടണ്ടേ. അപ്പൊ നമ്മൾ ഇവിടെ വരെ എത്തി, 2/sin A വരെ എത്തി. അപ്പോ ഇതിനകത്ത് നമുക്ക് ഈ 2/sin A എന്നുള്ളതിനെ എനിക്ക് ഞാൻ താണ്ടേ 2 × 1/sin A എന്ന് എഴുതിയ വാല്യൂവിൽ വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ, സെയിം വാല്യൂ ഇല്ലല്ലോ. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 × 1/sin A എന്ന് വ്യത്യാസമൊന്നുമില്ലല്ലോ. നമുക്കറിയാം എന്ത്? 1/sin A എന്താണ്? cosec ആണ് നമുക്കറിയാം അല്ലെ? 1/sin A cosec ആണെന്ന് അറിയാം. അപ്പോ താണ്ടേ 1/sin A വരെ ഞാൻ cosec എടുക്കുക. എന്താണ്? 1/sin A വരെ cosec എടുക്കുമ്പോൾ എന്താ? 2 × 1/sin A വരെ cosec. അപ്പൊ 2 × cosec എന്ന് വരും അല്ലെ? എന്ന് വെച്ചാൽ എന്താണ്? ഈക്വൽ ടു 2 cosec A. 2 cosec A വന്നോ? അപ്പൊ നമ്മൾ LHS = RHS പ്രൂവ് ചെയ്തേ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് sin A / 1 + cos A + 1 + cos A/sin A എന്നുള്ളതാണ് LHS ഉം. RHS എന്താണ്? 2 cosec ആണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഞാനിവിടെ LHS എടുത്തിട്ടാണ് ഞാൻ പ്രൂവ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം LHSനകത്തുള്ളത് ഞാൻ താഴോട്ടൊന്ന് എഴുതി, എന്നിട്ട് എന്ത് ചെയ്തേ? ഇവരെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്ട് അതിൽ കിട്ടിയ വാല്യൂ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ sin² + 1 + cos A whole square by 1 + cos A × sin എന്ന് എഴുതി. അതിനുശേഷം എന്താ ഈ തന്നിരിക്കുന്ന sin² + 1 + cos A whole square നകത്തുള്ള 1 + cos A whole square എന്ന് പറയുന്നത് A + B whole square ഫോമാറ്റിലാണ് നടക്കുന്നത്. ആ ഒരു ഫോമാറ്റിൽ ഞാൻ എക്സ്പാൻഡ് ചെയ്തു, x² + 2b + d² എക്സ്പാൻഡ് ചെയ്തപ്പോൾ എന്താ വന്നേ? sin² അതുപോലെ തന്നെ എഴുതി, എക്സ്പാൻഡ് ചെയ്ത ഫോമിലാണ് എഴുതിയിട്ടേക്കുന്നത്. ഇതാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ തന്നിരിക്കുന്ന ജസ്റ്റ് ഒന്നുകൂടെ ഓർഡർ ആക്കി താഴോട്ട് എഴുതിയതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് ഈ കിട്ടി എക്സ്പാൻഡ് ചെയ്തത് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ ഓർഡർ ആക്കി താഴോട്ട് എഴുതിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അടുത്ത സെക്ഷനകത്ത് വന്നപ്പോഴത്തേക്കും എന്താണ്? ഇവിടെ ഒരു sin² ഉണ്ട്, ഇവിടെ ഒരു cos² ഉണ്ട് അല്ലെ? അപ്പൊ sin² + cos² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 1 ആണ് അല്ലെ? അടുത്ത സ്റ്റെപ്പിനെ നമ്മൾ എഴുതിയതാണ്, ഇത് മാറ്റി ആ 1 ആക്കി അല്ലെ? sin² + cos² ഒരു 1 കൊടുത്തു, ബാലൻസ് ന്യൂമറേറ്ററിലുള്ള അതുപോലെ തന്നെ അവിടെ നമ്മൾ കൊടുത്തു. അതുപോലെ ഡിനോമിനേറ്ററിനകത്തുള്ള അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ എന്താ ഈ കിടക്കുന്ന ന്യൂമറേറ്ററിനകത്തുള്ള വാല്യൂ നമ്മൾ എന്താ ഈ 1 + 1 എന്താക്കി 2 ആക്കി അല്ലെ? +2 cos A. അപ്പൊ 2 + 2 cos A എന്നായി. താഴത്തെ ഡിനോമിനേറ്റർ മാറ്റമില്ല. അടുത്ത സ്റ്റെപ്പിനകത്ത് നമ്മൾ എന്താ ചെയ്തത്? ഈ 2 × കോമൺ എടുത്തു. 2 കോമൺ എടുത്തപ്പോൾ എന്തായി മാറി? 1 + cos A എന്ന് മാറി അല്ലെ? ന്യൂമറേറ്ററിനകത്ത് 2 × 1 + cos A എന്നായി. ഡിനോമിനേറ്ററിനകത്ത് ഒരു 1 + cos A ഉണ്ട്. ആ 1 + cos A ന്യൂമറേറ്ററിലെ 1 + cos A കൂടെ കട്ട് ചെയ്ത് പോയി. അപ്പൊ 2/sin A മാത്രമായി. 2/sin A വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? 2 × 1/sin A എന്ന് അതിനെ മാറ്റി എഴുതി. വാല്യൂ ഒന്നും മാറ്റമൊന്നുമില്ല. 2/sin A 2 × 1/sin A എന്ന് മാറ്റി. 1/sin A എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് cosec A. സോ 2 × 1/sin A 2 × cosec എന്ന് എഴുതി ഈക്വൽ ടു 2 cosec A. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യത്തെ കണക്ക്. ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്യാം. നമുക്ക് അടുത്ത കണക്കിലോട്ട് പോവാം. അപ്പൊ നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 + cot A whole square + 1 - cot A whole square = 2 cosec² A എന്നുള്ള പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ LHS ഉണ്ട്, RHS ഉണ്ട് അല്ലെ? ഞാൻ ഇവിടുന്ന് LHS ആണ് എടുക്കുന്നത്, എന്നിട്ട് LHS = RHS ആണ് ഞാൻ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ LHS = RHS ആണ് ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ LHS ൽ തന്നിരിക്കുന്ന 1 + cot A whole square എന്ന് പറഞ്ഞാൽ ഏത് ഫോമാറ്റിൽ എടുക്കുക? A + B whole square എടുക്കല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം അല്ലെ?
അപ്പൊ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പൊ നോക്കി ഇവിടെ എയുടെ സ്ഥാനത്ത് 1 അല്ലേ, അപ്പൊ നമുക്ക് 1 സ്ക്വയർ എന്ന് വരത്തില്ലേ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ജസ്റ്റ് ഒന്ന് എഴുതുന്നേ ഉള്ളൂ. അപ്പൊ എ സ്ക്വയർ എഴുതി, എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1, 2 ഇൻറ്റു എ ഇൻറ്റു ബി, ബിയുടെ സ്ഥാനത്ത് എന്താണ്? കോട്ട് എ, കോട്ട് എ. അപ്പം എ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ, ബി സ്ക്വയറിന് ബിയുടെ സ്ഥാനത്ത് എന്താണ്? കോട്ട് എ. അപ്പം കോട്ട് എന്ന് പറയുമ്പോൾ അത് സ്ക്വയർ ആക്കുമ്പോൾ എന്താവും? കോട്ട് സ്ക്വയർ ആകത്തില്ലയോ? കോട്ട് സ്ക്വയർ ആയി അല്ലേ? അപ്പൊ നമ്മൾ കണ്ട ഈ 1 പ്ലസ് കോട്ട് ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അടുത്ത തന്നെ പ്ലസ് അതുപോലെ എഴുതി. ഇവിടെ 1 മൈനസ് കോട്ട് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ കിടക്കില്ലയോ? അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പൊ എയുടെ സ്ഥാനത്ത് 1, അപ്പൊ 1 സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് എന്താണ്? കോട്ട് എ അല്ലേ? അപ്പോ എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് ബി സ്ക്വയർ, ബിയുടെ സ്ഥാനത്ത് കോട്ട് എ അല്ലയോ? ബിയുടെ സ്ഥാനത്ത് കോട്ട് എ അല്ലേ, അപ്പൊ കോട്ട് സ്ക്വയർ ആവും അല്ലേ? ബി സ്ക്വയർ ആകുമ്പോൾ കോട്ട് സ്ക്വയർ ആവും. അപ്പൊ അത് രണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്തു അല്ലേ? ഈ രണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്താൽ എന്തായി മാറും നോക്കി? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 ഇൻറ്റു 1 2 ഇൻറ്റു കോട്ട് എ 2 കോട്ട് എ 1 പ്ലസ് 2 കോട്ട് എ എന്നാവും അല്ലേ? പ്ലസ് കോട്ട് സ്ക്വയർ എ അല്ലയോ? അതിനുശേഷം അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത് 1 സ്ക്വയർ 1 തന്നെയല്ലയോ? 1 സ്ക്വയർ 1 മൈനസ് അതുപോലെ എഴുതി 2 ഇൻറ്റു 1 2 ഇൻറ്റു കോട്ട് എ 2 കോട്ട് എ, അപ്പൊ 2 കോട്ട് എ പ്ലസ് കോട്ട് സ്ക്വയർ എ അല്ലയോ? അപ്പൊ ഇവിടെ ഒരു 2 പ്ലസ് 2 കോട്ട് ഉണ്ട്, അവിടെ ഒരു മൈനസ് 2 കോട്ട് ഉണ്ട്. ഇത് രണ്ടും കട്ടായി പോകും അല്ലേ? ഇത് രണ്ടും കൂടെ കട്ടായി പോകും അല്ലേ? കട്ടായി പോകുമ്പോൾ എന്താ വരുന്നത്? ബാലൻസ് ഇവിടെ എന്ത് വരും? 1 പ്ലസ് കോട്ട് സ്ക്വയർ എ വരും അല്ലേ? ഓക്കെ, 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഇൻറ്റു പ്ലസ് അവിടെ എന്താ വരുന്നത്? അവിടെ ഒരു 1 പ്ലസ് കോട്ട് സ്ക്വയർ വരും അല്ലേ? 1 പ്ലസ് കോട്ട് സ്ക്വയർ എ 1 പ്ലസ് കോട്ട് സ്ക്വയർ വരും അല്ലേ? അപ്പം ഇത്ര നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെല്ലാം ആഡ് ചെയ്യാൻ പറ്റത്തില്ലയോ? ലൈക്ക് ടേംസിനെ ആഡ് ചെയ്യാം. അപ്പൊ 1 കൊണ്ട് 1 ഉണ്ട്, അതെന്താവും? 2 ആവും അല്ലേ? 1 പ്ലസ് 1 2 ആവും. പിന്നെ കോട്ട് സ്ക്വയർ പ്ലസ് കോട്ട് സ്ക്വയർ ആകുമ്പോൾ എന്താവും? 2 കോട്ട് സ്ക്വയർ ആകത്തില്ലയോ? 2 കോട്ട് സ്ക്വയർ ആകത്തില്ലയോ? 1 പ്ലസ് 1 2 ആയി. അതുപോലെ കോട്ട് സ്ക്വയർ പ്ലസ് കോട്ട് സ്ക്വയർ 2 കോട്ട് സ്ക്വയർ ആയി. അപ്പൊ 2 പ്ലസ് 2 കോട്ട് സ്ക്വയർ എ എന്ന് വന്നു. അപ്പൊ നമുക്ക് താണ്ട ഈ തന്നിരിക്കുന്ന സെക്ഷൻ താഴോട്ട് ആഡ് ചെയ്തപ്പോ ലൈഫ് ടൈംസ് ആഡ് എന്താണ്? 2 പ്ലസ് 2 കോട്ട് സ്ക്വയർ എന്ന് വന്നില്ലയോ? അപ്പൊ നമുക്ക് ഇവിടെ 2 പ്ലസ് 2 കോട്ട് സ്ക്വയർ നടക്കണം. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ 2 കോമൺ ആയിട്ട് പുറത്തെടുക്കും കേട്ടോ. 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് വരത്തില്ലയോ? 2 ഇൻറ്റു 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് വരത്തില്ലയോ? 2 കോമൺ ആയിട്ട് പുറത്തെടുക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ആയിട്ട് വേണമെങ്കിൽ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 1 2 പ്ലസ് 2 ഇൻറ്റു കോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കോട്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 കോട്ട് സ്ക്വയർ വരും അല്ലേ? അപ്പൊ വാല്യൂന് മാറ്റമില്ലല്ലോ. അപ്പൊ ഇവിടെ 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് കിടക്കണം അല്ലേ? നമ്മൾ സ്ക്വയർ റിലേഷൻ പഠിച്ച ഐഡന്റിറ്റി ആണ് അവിടെ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്. കൊസീക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പോ കൊസീക് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എത്ര വരും? ഈക്വൽ ടു 1. ഈ മൈനസ് കോട്ട് സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ 1 പ്ലസ് കോട്ട് സ്ക്വയർ ആകത്തില്ലയോ? 1 പ്ലസ് കോട്ട് സ്ക്വയർ ആകത്തില്ലയോ? അപ്പൊ നമുക്ക് കൊസീക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് കോട്ട് സ്ക്വയർ ആണ് അല്ലേ? ആണോ? അപ്പൊ ഇവിടെ 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് കിടപ്പില്ലയോ? അപ്പൊ നമുക്ക് 1 പ്ലസ് കോട്ട് സ്ക്വയർ ആയിക്കാരും കൊസീക് സ്ക്വയർ ഈക്വൽ ചെയ്ത് കൊടുത്തൂടെ? 2 ഇൻറ്റു 1 പ്ലസ് കോട്ട് സ്ക്വയർ ആയിക്കാരും ഞാൻ കൊസീക് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കൊസീക് സ്ക്വയർ എ അപ്പൊ എന്താണ്? 2 കൊസീക് സ്ക്വയർ എന്ന് വന്നില്ലയോ? നോക്കി, 2 കൊസീക് സ്ക്വയർ എ. ഇത് തന്നെയല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നേ? കണ്ടോ? അപ്പൊ ഇത് ഈ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. 1 പ്ലസ് കോട്ട് ചെയ്ത ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് കോട്ട് ചെയ്ത ഹോൾ സ്ക്വയർ ഈക്വൽ 2 കൊസീക് സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിൽ നിന്നും ഞാൻ LHS എടുത്തു. LHS എടുക്കുമ്പോഴത്തേക്ക് 1 പ്ലസ് കോട്ട് ചെയ്ത ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് കോട്ട് ചെയ്ത ഹോൾ സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. അതിൽ നിന്ന് അത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിലായതുകൊണ്ട് തന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്തു. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് ഈ 1 പ്ലസ് കോട്ട് ചെയ്ത ഹോൾ സ്ക്വയറിനും 1 മൈനസ് കോട്ട് ചെയ്ത ഹോൾ സ്ക്വയറിനും എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മളൊക്കെ അതിൽ നിന്ന് ഇവിടെ ഒരു പ്ലസ് 2 കോട്ടേ വരും, ഇവിടെ ഒരു മൈനസ് 2 കോട്ടായി വരും. അത് രണ്ടും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാലൻസ് റിമൈനിങ് എന്തൊരു 1 പ്ലസ് കോട്ട് സ്ക്വയർ ഇവിടെയും
ഇവിടെ ഒരു 1 പ്ലസ് കോട്ട് സ്ക്വയർ വരും. ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്ത് ലൈക്ക് ടേംസ് ആഡ് ചെയ്തു. അപ്പൊ 1 പ്ലസ് 1 എന്താ 2 കോട്ട് സ്ക്വയർ പ്ലസ് കോട്ട് സ്ക്വയർ 2 കോട്ട് സ്ക്വയർ 2 പ്ലസ് 2 കോട്ട് സ്ക്വയർ എന്ന് വന്നു. അതിൽ നിന്ന് നമ്മൾ 2 കോമൺ ആയിട്ട് പുറത്തെടുക്കും. ബാലൻസ് എന്താ 2 ഇൻറ്റു 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് വന്നു. ഈ 1 പ്ലസ് കോട്ട് സ്ക്വയർ നമ്മൾ സ്ക്വയർ റിലേഷൻ നോക്കി. കൊസി സ്ക്വയറും മൈനസ് കോട്ട് സ്ക്വയർ ഈക്വൽ ടു എന്താണ് 1 ആണ്. ആ റിലേഷൻ നമ്മൾ നോക്കി. അതിൽ നിന്ന് കൊസി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ് 1 പ്ലസ് കോട്ട് സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ നോക്കി 1 പ്ലസ് കോട്ട് സ്ക്വയർ ആയിട്ട് വരെ നമ്മൾ എന്ത് കൊടുത്തു, ഇവിടെ കൊസി സ്ക്വയർ ആയിട്ട് കൊടുത്തു. അപ്പം ഉത്തരം 2 കൊസി സ്ക്വയർ. അതായത് LHS ഈക്വൽ ടു RHS എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു കേട്ടോ. അപ്പോ ഇതിപ്പോ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. ഈ പ്രോബ്ലം കുറച്ചുകൂടെ സിമ്പിൾ ആണ്. ഇത് tan raised to 4a plus tan square a equal to sec raised to 4a sec square a എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് LHS ഉണ്ട്, RHS ഉണ്ട്. ഞാൻ LHS ആണ് എടുക്കുന്നത്. അതായത് tan raised to 4a plus tan square ആണ് എടുക്കുന്നത്. നോക്കി, tan raised to 4a plus tan square a ഇത് ഞാൻ പുറത്തെടുത്തു. സോറി, ഞാൻ താഴോട്ട് എഴുതി. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണ്, ഇതിൽ നിന്നും tan square നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ. രണ്ടിനും tan square ഉണ്ടല്ലോ, ഇതിലുണ്ടല്ലോ. അപ്പൊ tan square പുറത്തെടുക്കുമ്പോൾ എന്ത് വരും, tan square a കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ഇവിടെ tan square a ആവും, tan square a ആവും. ഇവിടെ എന്താവും, പ്ലസ് 1 ആവും അല്ലേ. അത് തൊട്ടിട്ട് കേറ്റി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. tan square into tan square tan raised to 4a പ്ലസ് അതുപോലെ എഴുതി tan square into 1 tan square. അപ്പോഴത്തേക്കും കറക്റ്റ് ആണ്. ഇനി അപ്പൊ tan square into tan square പ്ലസ് 1 വന്നു അല്ലേ. അപ്പം ഇതിനകത്ത് നമുക്ക് കിട്ടേണ്ടത് എന്താണ്, sec raised to 4a sec square. അപ്പൊ സീക്കിലായിട്ടുണ്ട് അല്ലേ. നമ്മൾ സ്ക്വയർ റിലേഷൻ നോക്കുക. സീക്കിന്റെ അതിന് തമ്മിൽ ബന്ധമുണ്ട്. എന്താണ്, sec square a മൈനസ് tan square ഈക്വൽ ടു എന്താണ് 1 ആണ് അല്ലേ. അതുകൊണ്ട് tan square a നമുക്ക് എങ്ങനെ എഴുതാം, tan square a നമുക്ക് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഈ നമ്മൾ സ്ക്വയർ റിലേഷൻ ജസ്റ്റ് താഴോട്ട് ചെയ്തോളാം. നോക്കി, sec square a മൈനസ് tan square a ഈക്വൽ ടു 1. അപ്പൊ ഇതിൽ നിന്ന് tan അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, sec square a മൈനസ് 1 ഈക്വൽ ടു tan square a അല്ലയോ. അപ്പൊ tan square a നമുക്ക് എങ്ങനെ എഴുതാം, sec square a മൈനസ് 1 എന്ന് എഴുതി കൂടെ. അപ്പൊ നമുക്ക് ഇവിടുത്തെ tan square a നമുക്ക് എന്ത് കൊടുക്കാം, sec square a മൈനസ് 1 എന്ന് കൊടുക്കുക കേട്ടോ. sec square a മൈനസ് 1. അപ്പൊ tan square a പകരമാണ് എന്ത്, sec square a മൈനസ് 1 കൊടുത്തത്. ഇനി ഇവിടെ tan square a ഉണ്ടല്ലേ, അവിടെ എന്ത് കൊടുക്കാം, sec square a മൈനസ് 1 എന്ന് കൊടുത്തൂടെ. ബാലൻസ് എന്തുണ്ട്, ഒരു പ്ലസ് 1 ഉണ്ട് അല്ലേ. അപ്പൊ ഈ മൈനസ് 1 പ്ലസ് 1 എന്തായിപ്പോ കട്ട് ചെയ്തു. ഇപ്പൊ എന്തുണ്ട്, sec square a മൈനസ് 1 ഇൻറ്റു sec square എന്നുണ്ട് അല്ലെ. ഈ കിടക്കുന്ന രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. അപ്പൊ sec square a into sec square എന്താണ്, sec square a into sec square a sec raised to 4a. sec square a മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ഇട്ടു sec square a into 1 എന്താണ് sec square a. കിട്ടിയില്ലയോ, ഉത്തരം കിട്ടിയില്ലയോ. നോക്കി, LHS equal to RHS കിട്ടിയില്ലോ. നമ്മൾ ചെയ്തത് എന്താ, വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. tan raised to 4a plus tan square a equal to sec raised to 4a sec square ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മൾ LHS എടുത്തു, tan raised to 4a plus tan square a താത്ത എഴുതി. അതിൽ നിന്നും tan square a കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ നമുക്ക് റിമൈനിങ് എന്ന് വന്നു tan square a ബ്രാക്കറ്റിനകത്ത് tan square a plus 1 വന്നു. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കിട്ടേണ്ടത് സീക്കിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്വയർ റിലേഷനിലോട്ടൊന്ന് പോയി. സീക്കും ടാനും തമ്മിലുള്ള ബന്ധമുണ്ട്. sec square a മൈനസ് tan square a ഈക്വൽ ടു 1 ആണ്. അതിൽ നിന്ന് നമ്മൾ tan square a പകരം എന്ത് കൊടുക്കാന്ന് മനസ്സിലാക്കി, sec square a മൈനസ് 1 കൊടുക്കാന്ന് മനസ്സിലാക്കി. അങ്ങനെ tan square a വരെ നമ്മൾ sec square a മൈനസ് 1 ഇവിടെയും കൊടുത്തു. ഈ ബ്രാക്കറ്റിനകത്തുള്ള tan square ന്റെ വാല്യൂവിന് വരും sec square a മൈനസ് 1 കൊടുത്തു. ഇവിടെ sec square a മൈനസ് 1 കൊടുത്തു. ഇവിടെ ബാലൻസ് പ്ലസ് 1 ഉണ്ട്, അത് തമ്മിൽ ക്യാൻസൽ ആയി. ഇവിടെ sec square a മാത്രമായി ഉണ്ടോ, sec square a മാത്രമായി. പിന്നെ ഉള്ളത് ഈ sec square യും ഈ sec square a മൈനസ് 1 എന്ന് പറയുന്നത് ഈ രണ്ട് സെക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് വന്നു, sec raised to 4a മൈനസ് sec square a. ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. അപ്പൊ നമ്മൾ 3 കണക്ക് ചെയ്തു. ഇനി നമുക്ക് 4ാമത്തെ കണക്കിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് cos a cot a by 1 minus sin a equal to 1 plus cosec a. ഇങ്ങനെ തന്നിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് LHS എടുത്തോളാം. LHS എന്താണ്, cos a into cot a by 1 minus sin a ആണല്ലേ. അപ്പൊ അതിനകത്ത് cot a എന്നുള്ളതിനെ മാറ്റി ഇതാണ്ട cos a അതുപോലെ തന്നെ എഴുതി. ഈ cos a അതുപോലെ cot a വരെ നമ്മൾ cos a by sin എന്ന് എഴുതി കൂടെ, cos a by sin a എന്ന് എഴുതി കൂടെ. അപ്പൊ cot a മാറ്റി cos a by sin a എന്നാക്കി. ബാലൻസ് എന്താണ്, 1 മൈനസ് sin a അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇനി ഇവിടെ തന്നിരിക്കുന്ന ഇപ്പൊ എന്താണ് cos a into cos a by sin a നടക്കുന്നത് അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഇത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെ എഴുതുന്നത്, cos a into cos a ആകുമ്പോൾ എന്താ വരും, cos a into cos a ആകുമ്പോൾ cos square ആവും അല്ലേ. ഓക്കെ, cos a into cos a cos square a ആകത്തില്ലയോ. cos a into cos a cos square ആവും അല്ലേ. cos square ആവും, അടിയിൽ എന്ത് വരും, by
സൈൻ എ. പിന്നെ ഈ സെക്ഷൻ വരുന്ന ഡിനോമിനേറ്റർ എന്താണ്? 1 മൈനസ് സൈൻ വരും അല്ലെ? 1 മൈനസ് സൈൻ എ. ഇത് മേലോട്ട് പോകുമ്പോഴത്തേക്ക് എന്തായി മാറും? ഈക്വൽ ടു കോസ് സ്ക്വയർ എ ബൈ സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എന്നാവും. ആവത്തില്ലയോ? ഇപ്പൊ നമുക്ക് കിടക്കുന്നത് ഇതിപ്പോ കോസ് സ്ക്വയർ ആണ്. കോസ് സ്ക്വയർ നമ്മൾ പറയാം, സൈൻ സ്ക്വയറും കോസ് സ്ക്വയറും നമ്മൾ റിലേഷൻ ഉണ്ട്. കോസ് ആ റിലേഷൻ താഴോട്ടൊന്നും എഴുതുവാണ്. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 എന്നല്ലയോ? അപ്പോ ഇതിൽ നിന്ന് നമുക്ക് ഈ തന്നിരിക്കുന്നതിനെ നമുക്ക് സൈനിലോട്ട് മാറ്റാം. സൈനിലോട്ട് മാറ്റുമ്പോൾ എന്ത് വരും നോക്കി? കോസ് അപ്പുറത്ത് പോകും അല്ലേ? സോറി, സൈൻ അപ്പുറത്ത് പോകും അല്ലേ? അപ്പൊ കോസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് വരും അല്ലെ? അപ്പൊ കോസ് സ്ക്വയർ നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് എഴുതി കൂടെ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കോസ് സ്ക്വയർ നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്തു കോസ് സ്ക്വയർ എ കേട്ടോ. താഴെ ഉള്ളതിന് ഒരു മാറ്റമില്ല. സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ അതുപോലെ തന്നെ എഴുതി. ഇപ്പോ ഈ കിടക്കുന്ന 1 മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ കിടക്കില്ലയോ? അപ്പൊ നമുക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നായിക്കൂടെ? 1 മൈനസ് സൈൻ സ്ക്വയർ എ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോ 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ കിടക്കണം. അതിന് നമ്മൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആക്കി. അതിനുശേഷം സൈൻ എ ഇൻറ്റു 1 മൈനസ് സൈൻ എ ആ വാല്യൂ അതുപോലെ തന്നെ താഴെ എഴുതി. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഒരു 1 മൈനസ് സൈൻ എ ഉണ്ട്, ഇവിടെ ഒരു 1 മൈനസ് സൈൻ എ ഉണ്ട്. ഇവരെ തമ്മിൽ അങ്ങ് വെട്ടിക്കളയണം കേട്ടോ. അപ്പൊ ഇനി ബാലൻസ് എന്തുകൊണ്ട്? 1 പ്ലസ് സൈൻ എ ബൈ സൈൻ എ ഉണ്ട് അല്ലെ? അപ്പൊ ഇത് നമ്മൾ ഇനി അതുപോലെ തന്നെ എഴുതുവാണ്. 1 പ്ലസ് സൈൻ എ ബൈ സൈൻ എ. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 ബൈ സൈൻ എ പ്ലസ് സൈൻ എ ബൈ സൈൻ എ. അപ്പൊ ഇങ്ങനെ വന്നില്ലയോ? അപ്പൊ നമുക്ക് ഈ സൈൻ എ ബൈ സൈൻ എ എന്തായി മാറും? സൈൻ എ ബൈ സൈൻ എ എന്തായി മാറും? 1 പ്ലസ് 1 ബൈ സൈൻ എ നമുക്കറിയാം എന്താണ്? കൊസീക് എ. അപ്പൊ കൊസീക് എ പ്ലസ് 1 ആയില്ലേ? എന്ന് വെച്ചാൽ 1 പ്ലസ് കൊസീക്കയും കൊസീക് എ പ്ലസ് 1 രണ്ട് സെയിം ആട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്ത് കേട്ടോ. അപ്പൊ LHS ഈക്വൽ ടു RHS നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? പ്രൂവ് ചെയ്യാൻ തന്നിരുന്ന ക്വസ്റ്റ്യൻ കോസെ കോട്ടെ ബൈ 1 മൈനസ് സൈൻ എ ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ തന്നിരിക്കുന്നത്. എന്ത് പ്രൂവ് ചെയ്യാനാണ്? 1 പ്ലസ് കൊസീക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തന്നിരിക്കുന്ന LHS-നെ താഴോട്ട് എഴുതിയപ്പോൾ ഒരു ചെറിയ മാറ്റം വരുത്തി. കോട്ടയ്ക്ക് വരെ നമുക്ക് കോസെ ബൈ സൈൻ എന്ന് എഴുതാം അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കോട്ടയെ നമ്മൾ കോസെ ബൈ സൈൻ എന്നാക്കി. അപ്പൊ എന്തായി? കോസെ ഇൻറ്റു കോസെ ബൈ സൈൻ ദ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ എന്നായി. അതിൽ നിന്ന് കോസ് ബൈ സൈനകത്ത് കിടക്കുന്ന കോസും ഈ കോസും കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? കോസ് സ്ക്വയർ ആകത്തില്ലേ? അപ്പൊ കോസ് സ്ക്വയർ ബൈ സൈൻ എന്നാവും. ദ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് സൈൻ ആവും. ഈ 1 മൈനസ് സൈൻ മേലോട്ട് പോകുമ്പോൾ എന്ത് വരും? ഇവിടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കോസ് സ്ക്വയർ ബൈ സൈൻ ഇൻറ്റു 1 മൈനസ് സൈൻ എന്നാവും കേട്ടോ. അപ്പൊ കോസ് സ്ക്വയറുടെ റിലേഷൻ നമുക്കറിയാം. കോസ് സ്ക്വയർ സൈൻ സ്ക്വയർ റിലേഷൻ നമുക്കറിയാം എന്താണ്? 1 മൈനസ് സൈൻ സ്ക്വയർ നമുക്ക് എടുക്കാം. അങ്ങനെ കോസ് സ്ക്വയറേക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ എന്നാണ് ഇക്വേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്? ബാലൻസ് സൈൻ ഇൻറ്റു 1 മൈനസ് സൈൻ അതെല്ലാം അതുപോലെ തന്നെ എഴുതി. ഇതിപ്പോ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ കിടക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെ എ പ്ലസ് ബി 1 പ്ലസ് സൈൻ ഇൻറ്റു 1 മൈനസ് സൈൻ എന്ന് എഴുതി. അതിനുശേഷം ഡിനോമിനേറ്ററിലുള്ള 1 മൈനസ് സൈനയും ന്യൂമറേറ്ററിലെ 1 മൈനസ് സൈനയും കട്ട് ചെയ്ത് പോയി. ബാലൻസ് 1 പ്ലസ് സൈൻ ബൈ സൈൻ എന്ന് മാത്രമാണ് കിടക്കുന്നത്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? സോർട്ട് ചെയ്തു, താഴോട്ട് എഴുതി 1 പ്ലസ് സൈൻ ബൈ സൈൻ എന്ന് എഴുതി. അത് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇതിനെ നമുക്ക് 1 മൈനസ് സൈൻ പ്ലസ് സൈൻ ബൈ സൈൻ എന്ന് എഴുതി കൂടെ? അപ്പൊ 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കൊസീക്കയും സൈൻ ബൈ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അപ്പൊ കൊസീക്ക് പ്ലസ് 1. അങ്ങനെ നമ്മൾ അടുത്തൊരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? കോട്ട് എ പ്ലസ് ടാൻ ബി ബൈ കോട്ട് ബി പ്ലസ് ടാൻ എ ഈക്വൽ ടു കോട്ട് എ ടാൻ ബി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് LHS എടുക്കാം. LHS കിടക്കുന്നത് കോട്ട് എ ആണ് അല്ലെ? കോട്ട് എ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എ ബൈ സൈൻ എന്ന് എഴുതിക്കൂടെ? കോട്ട് എ നമുക്ക് കോസ് എ ബൈ സൈൻ എന്ന് എഴുതാം അല്ലെ? പ്ലസ് ടാൻ ബി നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ ബി ബൈ കോസ് ബി എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിനെ മാറ്റി ഇങ്ങനെ എഴുതി അല്ലെ? ഇനി ഡിനോമിനേറ്ററിനകത്ത് എന്തുണ്ട്? കോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ബി ബൈ സൈൻ ബി എന്ന് എഴുതിക്കൂടെ? കോസ് ബി ബൈ സൈൻ ബി എന്ന് എഴുതിക്കൂടെ?
പ്ലസ് അതുപോലെ എഴുതി. ടാൻ എ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എ ബൈ കോസ് എ. സൈൻ എ ബൈ കോസ് എന്ന് എഴുതാം അല്ലെ. ഇനി നമുക്ക് ഇവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ കോസ് എ ഇൻറ്റു കോസ് ബി എന്ത് വരും? കോസ് എ കോസ് ബി അല്ലെ. കോസ് എ ഇൻറ്റു കോസ് ബി കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി സൈൻ എ സൈൻ ബി ഡിവൈഡ് ബൈ സൈൻ എ കോസ് ബി സൈൻ എ കോസ് ബി ദ ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ ക്രോസ് ചെയ്യാം. ഇവിടെ എന്താണ്? കോസ് എ ഇൻറ്റു കോസ് ബി കോസ് എ കോസ് ബി പ്ലസ് അതുപോലെ എഴുതി സൈൻ എ ഇൻറ്റു സൈൻ ബി സൈൻ എ സൈൻ ബി. ക്ലിയർ അല്ലയോ? ഇനി താഴെ കിടക്കുന്ന സൈൻ ബി ഇൻറ്റു കോസ് എന്താവും? സൈൻ ബി ഇൻറ്റു കോസ് തന്നെ എഴുതും അല്ലെ. എന്താണ്? സൈൻ ബി കോസ് എ. ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, ഈ സെക്ഷനകത്ത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. താഴെ ഉണ്ടത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അപ്പൊ നമുക്ക് ഇത് തമ്മിൽ കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ഈ വാല്യൂ കട്ട് ചെയ്ത് കളഞ്ഞൂടെ? ബാലൻസ് എന്ത് വരും? ബാലൻസ് സൈൻ 1 ബൈ സൈൻ എ കോസ് ബി എന്നാണ് ഇതിന്റെ ബാലൻസ് ആയിരുന്നേ. ഇത് കട്ട് ചെയ്ത് ബാലൻസ് ഇവിടെ തോന്നും 1 ബൈ സൈൻ എ കോസ് ബി ഹോൾ ഡിവൈഡ് ബൈ താഴെ എന്താണ്? താഴെ 1 ബൈ സൈൻ ബി കോസ് എ എന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ നമുക്ക് അറിയാം ഇത് ഇനി ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ താഴെ കിടക്കുന്നത് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് അത് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് ഇപ്പോ എ ബൈ ബി ദ ഹോൾ ഡിവൈഡ് ബൈ സി ബൈ ഡി എന്നാണെന്ന് വെച്ചോ. എ ബൈ ബി ദ ഹോൾ ഡിവൈഡ് ബൈ സി ബൈ ഡി എന്ന് വെച്ചോ. ഇത് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് എങ്ങനെ ചെയ്യണം? താഴത്തെ ഡിനോമിനേറ്ററിനെ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ എങ്ങനെ മാറും? ഈക്വൽ ടു എ ബൈ ബി ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ആകുമ്പോഴത്തേക്കും ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുന്നത് ഡി ബൈ സി ആവും. ഡി ബൈ സി ആവും. അപ്പൊ ഇവിടെ ഇപ്പം എ ബൈ ബിക്ക് വരെ 1 ബൈ സൈൻ എ കോസ് ബിയും സി ബൈ ഡിക്ക് വരെ 1 ബൈ സൈൻ ബി കോസ് എ ആണ് അല്ലെ. അപ്പൊ 1 ബൈ സൈൻ എ അതുപോലെ തന്നെ എഴുതി 1 ബൈ സൈൻ എ കോസ് ബി അതുപോലെ എഴുതി. എന്നിട്ട് 1 ബൈ സൈൻ ബി കോസ് എക്ക് നമ്മൾ തിരിച്ചു ചെയ്തോണം. എന്ത്? മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് തിരിച്ചു ചെയ്തോണം. സൈൻ ബി കോസ് എ എന്ന് എഴുതി. കോസ് എ ബൈ 1. ഓക്കെ, അങ്ങനെ നടക്കട്ടെ. അപ്പൊ എന്തായാലും 1 ബൈ സൈൻ എ കോസ് ബി അതുപോലെ തന്നെ എഴുതി. എന്നിട്ട് ഇതിന്റെ റെസിപ്രോക്കല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഓക്കെ, ഇങ്ങനെയാണ്. അപ്പൊ എന്ത് തോന്നുന്നു? സൈൻ ബി കോസ് എ ബൈ സൈൻ എ കോസ് ബി എന്ന് തോന്നുന്നു. എന്താണ്? ഞാൻ എന്റെ ബാലൻസ് ഇങ്ങോട്ട് എഴുതാം കേട്ടോ. ആ സെക്ഷന്റെ ബാലൻസ് ഇങ്ങോട്ട് എഴുതാം. നമുക്ക് അവിടെ സൈൻ ബി കോസ് ആണല്ലേ. എന്താണ്? സൈൻ ബി കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ കോസ് ബി. കറക്റ്റ് അല്ലയോ? അപ്പൊ നമുക്കിവിടെ കിട്ടേണ്ടത് എന്താണ്? കോട്ട് എ ടാൻ ബി. കോട്ട് എ ടാൻ ബി എന്നാണ് കിട്ടേണ്ടത്. ഇവിടെ നോക്കിയേ, നമുക്ക് ഇതിനെ ഇപ്പം എയുടെ സെക്ഷൻ അടുപ്പിച്ച് ബിയുടെ സെക്ഷൻ അടുപ്പിച്ച് എഴുതാം കേട്ടോ. അപ്പൊ എങ്ങനെ വരും? മേളത്തത് ഞാൻ കോസ് എ ആദ്യം ചെയ്തോ. കോസ് എ സൈൻ ബി എന്നാക്കുക. കുഴപ്പമൊന്നുമില്ലോ. കോസ് എ സൈൻ ബി തെറ്റൊന്നും വരത്തില്ലല്ലോ. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ടു. താഴെ അപ്പൊ എന്താണ്? സൈൻ എ കോസ് ബി. അപ്പൊ കോസ് ബൈ സൈൻ എന്താണ്? കോസ് ബൈ സൈൻ കോട്ടാണ്. സൈൻ ബൈ കോസ് ടാൻ അല്ലെ. അപ്പൊ കോസ് എ ബൈ സൈൻ എക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് എന്ത്? കോസ് എ ബൈ സൈൻ എക്ക് ടു കോട്ട് എ സൈൻ ബി ബൈ കോസ് ബിക്ക് വരും ടാൻ ബി. ഒന്ന് വായിച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ എനിക്ക് ക്ലിയർ ആകത്തില്ല. ഇവിടെ തന്നെ ഇതാ കോസ് എ ബൈ സൈൻ എക്ക് വരെ നമ്മൾ കോട്ട് എന്ന് കൊടുക്കുന്നു. കോട്ട് എ സൈൻ ബി ബൈ കോസ് ബിക്ക് വരും ടാൻ ബി എന്ന് കൊടുക്കുന്നു. ടാൻ ബി കിട്ടിയില്ലോ? കോട്ടെ ടാൻ ബി കിട്ടിയില്ലോ? കോട്ടെ ടാൻ ബി കിട്ടിയില്ലോ? അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്നുകൂടെ പറയാം. കോട്ടെ പ്ലസ് ടാൻ ബി ബൈ കോട്ട് ബി പ്ലസ് ടാൻ എ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. LHS കോട്ടെ ടാൻ ബി ആണ് RHS. ഞാൻ LHS അതുപോലെ എഴുതി. ആ LHS ചെറിയ മാറ്റം വരുത്തി. കോട്ടയ്ക്ക് വരെ നമുക്ക് കോസ് എ ബൈ സൈൻ എന്ന് കൊടുക്കാം. അതുപോലെ ടാൻ ബിക്ക് വരും സൈൻ ബി ബൈ കോസ് ബി എന്ന് കൊടുക്കാം. കോട്ട് ബിക്ക് വരും കോസ് ബി ബൈ സൈൻ ബി എന്ന് കൊടുക്കാം. ടാൻ എക്ക് വരും സൈൻ എ ബൈ കോസ് എ എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ഈ തന്നിരിക്കുന്ന സെക്ഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. കോസ് എ ഇൻറ്റു കോസ് ബി കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ ഇൻറ്റു സൈൻ ബി സൈൻ എ സൈൻ ബി ദ ഹോൾ ഡിവൈഡ് ബൈ സൈൻ എ ഇൻറ്റു കോസ് ബി.
അതിനുശേഷം നമുക്ക് താഴത്തെ സെക്ഷനും കൂടെ അതേപോലെ തന്നെ ക്രോസ് ചെയ്യാം. താഴത്തെ സെക്ഷൻ അതുപോലെ ക്രോസ് ചെയ്ത് കോസ് ബി ഇൻറ്റു കോസ് എ കോസ് ബി പ്ലസ് അതുപോലെ എഴുതി സൈൻ എ ഇൻറ്റു സൈൻ ബി എഴുതി ഹോൾ ഡിവൈഡ് ബൈ സൈൻ ബി ഇൻറ്റു കോസ് എന്ന് എഴുതി. അപ്പൊ ഇവിടുത്തെ സെക്ഷനകത്തുള്ള ഒരു വാല്യൂ, അതായത് ഈ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബിയും ഇവിടെ ഒരു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ഉണ്ട്. അത് നമ്മൾ തമ്മിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ബാലൻസ് എന്ത് വന്നു? ബാലൻസ് 1 ബൈ സൈൻ എ കോസ് ബി. ബാലൻസ് എന്താണ്? 1 ആണ്. 1 ബൈ സൈൻ എ കോസ് ബി ഹോൾ ഡിവൈഡ് ബൈ 1 ബൈ സൈൻ ബി കോസ് എന്ന് വന്നു. നമ്മൾ തന്നെ പറഞ്ഞു മറ്റേ എ ബൈ ബി ഹോൾ ഡിവൈഡ് ബൈ ബി ബൈ സി ബൈ ഡി എന്ന് പറഞ്ഞ ഫോമാറ്റ് നമ്മൾ ഇതിനെ റെസിപ്രോക്കൽ എടുത്ത് അവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത് കണ്ടോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് റിസൾട്ട് എന്താ വന്നേ? അതെ, സൈൻ ബി കോസ് എ ബൈ സൈൻ എ കോസ് ബി എന്ന് വന്നു. എന്നിട്ട് ഞാൻ ഇതിനെ ജസ്റ്റ് ഈ ബി ഇങ്ങനെ മാറി മാറി കിടക്കുന്നുണ്ട്, അത് അടുത്തടുത്ത് വരാനായിട്ട് ജസ്റ്റ് ഓർഡർ ആക്കി. അപ്പൊ എന്തായി? ആദ്യം ഞാൻ ഇതിനെ തിരിച്ച് എഴുതി കോസ് എ സൈൻ ബി എന്ന് എഴുതി. താഴെ മാറ്റൊന്നും വരത്തില്ല. കോസ് എ സൈൻ ബി ബൈ സൈൻ എ കോസ് ബി. കോസ് ബൈ സൈൻ എന്താണ്? കോട്ടും സൈൻ ബൈ കോസ് ടാനും ആണ്. അങ്ങനെ കോട്ടെ ടാൻ ബി വന്നു. അപ്പോ ഇതോടുകൂടി ഇന്നത്തെ ഒരു ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ അടുത്ത ക്ലാസ്സായിട്ട് നമുക്ക് മറ്റൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ഇന്ന് നമ്മൾ 5 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 5 പ്രോബ്ലംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിക്കുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞങ്ങൾ വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറെ പ്രോബ്ലംസ് 5 പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. 5 ഡിഫറെന്റ് പ്രോബ്ലംസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തനിയെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അത് ചോദിച്ചാൽ മതി. അതിന്റെ കൃത്യമായ ഉത്തരങ്ങൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് അയച്ചു തരാം. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിക്കാം. കൊസീകെ ഇൻറ്റു 1 പ്ലസ് കോസ് എ ഇൻറ്റു കൊസീകെ മൈനസ് കോട്ടെ ഈക്വൽ ടു 1. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് സീക് സ്ക്വയർ എ പ്ലസ് കൊസീക് സ്ക്വയർ എ ഈക്വൽ ടു സീക് സ്ക്വയർ എ കൊസീക് സ്ക്വയർ എ. 12ാമത്തെ ക്വസ്റ്റ്യൻ ടാൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ഈക്വൽ ടു ടാൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ എ. 13ാമത്തെ ക്വസ്റ്റ്യൻ കോട്ട് സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു കോസ് സ്ക്വയർ എ കോട്ട് സ്ക്വയർ എ. 14ാമത്തെ ക്വസ്റ്റ്യൻ കൊസീക് എ പ്ലസ് സൈൻ എ ഇൻറ്റു കൊസീക് എ മൈനസ് സൈൻ എ. 15ാമത്തെ ക്വസ്റ്റ്യൻ സീക് എ മൈനസ് കോസ് എ ഇൻറ്റു സീക് എ പ്ലസ് കോസ് എ ഈക്വൽ ടു സൈൻ സ്ക്വയർ എ പ്ലസ് ടാൻ സ്ക്വയർ എ. And the last question is cos a plus sin a the whole square plus cos a minus sin a the whole square equal to 2. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം സമയമെടുത്ത് ആലോചിച്ച് ലോജിക് ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യുക, നന്നായിട്ട് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്ന സംശയങ്ങൾ എന്ത് ഡൗട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ആ നമ്പറിലെ വാട്സപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ആയിട്ട് റിപ്ലൈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, പിന്നെ ഇത്രയും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതിനു ശേഷം അത് റിപ്പീറ്റ് ചെയ്ത് 2 or 3 തവണ അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യണം. റിപ്പീറ്റ് ചെയ്ത് ചെയ്താലേ യൂസ് ഉള്ളൂ, അല്ലെങ്കിൽ യൂസ് ഇല്ല. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.